ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളായി നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ അല്ലേ? ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പോട്ട് എവിടെയാന്നായിരിക്കും മിക്കവരും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും, ഉണ്ടാകില്ലേ? ഷാർജ ഡെസേർട്ട് പാർക്കിന്റെ പാർട്ട് 2 വരാമെന്ന് പറഞ്ഞിട്ട് ആ വഴി പോയ പോക്ക പിന്നെ കണ്ടിട്ടില്ലല്ലേ? നിങ്ങളാരും അന്വേഷിച്ചതുമില്ല. എന്തിന്? എന്റെ സബ്സ്ക്രൈബേഴ്സ് പോലും തിരക്കില്ല എവിടെ പാർട്ട് 2, ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാ അവിടെ കാണാനുള്ളത് എന്നൊക്കെ ആരും തിരക്കിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഡിലേ ആവട്ടെ എന്ന്. അപ്പോ ഷാർജ ഡെസേർട്ട് പാർക്കിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാൻ റെഡിയല്ലേ? പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഷാർജ ഡെസേർട്ട് പാർക്കിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ കുറെ അധികം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടെന്ന്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറെ അധികം ബേർഡ്സ്, അനിമൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബോട്ടാനിക്കൽ ഗാർഡൻ, അതിനകത്തുള്ള ഒരു മ്യൂസിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ യുഎയില് സമ്മറൊക്കെ കഴിഞ്ഞ് വിന്റർ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ തണുപ്പൊക്കെ ആയി വരുന്നുണ്ടല്ലേ? അപ്പോ തണുപ്പ് കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്യാമ്പിങ്ങിന് പോകാനാണ്. ഞാനും കുറച്ച് സ്പോട്ടുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്പോട്ടുകൾ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. അപ്പോ നിങ്ങൾക്കറിയാവുന്ന ഹിഡൻ സ്പോട്ടുകൾ കമന്റ് ആയിട്ട് അറിയിക്കണേ, നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോ വീക്കെൻഡും ഇനി വരുന്ന ഹോളിഡേയ്സും ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് കുറെ അധികം സ്പോട്ടുകൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നൊരു കാര്യം കൂടി, ഈ ഷാർജ ഡെസേർട്ട് പാർക്കിന്റെ പാർട്ട് 1 കാണാത്തവർക്കായി താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പാർട്ട് 1 കാണാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഷാർജ ഡെസേർട്ട് പാർക്കിന്റെ വിശേഷം ഇവിടെ തീരുകയാണ്. ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.